ആസിഫ് അലി നായകനാകുന്ന ഇഡിയറ്റ് എന്ന ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. സംവിധായകൻ സംഗീത് ശിവന്റെ നിർമ്മാണ കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. സനുഷയാണ് നായിക. സംഗീത് ശിവന്റെ അസോസിയേറ്റ് ആയിരുന്ന KS ബാവ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇഡിയറ്റ്. ഹ്യൂമർ ട്രാക്കിലാണ് ചിത്രത്തിന്റെ കഥ പറയുന്നത്. ഫോർട്ട് കൊച്ചിയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. പൂജയ്ക്ക് ശേഷം ഇഡിയറ്റിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ലാൽ ജോസിന്റെ ശിഷ്യനായ അനൂപ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമാണ് ആസിഫ് അലി തന്റെ പുതിയ ചിത്രത്തിലേക്ക് എത്തുന്നത്. ഇതൊരു സ്ലാപ്സ്റ്റിക് കോമഡി ഫിലിമാണ്. ഇത് ത്രൂ ഔട്ട് ഒരു ഫൺ ഫിലിമാണ്. ഒരു ദിവസം രാത്രി സംഭവിക്കുന്ന ഒരു കഥയാണിത്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇവരുടെ ഒരു യാത്ര, ഇവരെ അക്കമ്പനി ചെയ്യുന്ന ഒരു സർപ്രൈസ് ക്യാരക്ടറുണ്ട്. അപ്പൊ ഈ മൂന്ന് പേരുടെ ഒരു യാത്രയും അതാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു സ്ലാപ്സ്റ്റിക് കോമഡി തന്നെയാണ്. എന്താ പറയാ, നമ്മള് ഒരു ഫൺ ഫിലിം കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണിത്. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വളരെ ചുരുക്കം ഇതില് സ്ക്രീനിൽ വരുന്ന എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്യാരക്ടേഴ്സ് ഉള്ളൂ. പക്ഷെ ഈ 5 പേർക്കും ഐഡന്റിറ്റി ഉണ്ട്, അവരുടെ സ്പേസ് ഉണ്ട്. ഒരു ഭയങ്കര പേസുള്ള ഒരു ചെറിയ സിനിമയാണിത്. സനുഷയാണ് ചിത്രത്തിലെ നായിക. സനുഷ നായികയാകുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണിത്. ദിലീപ് നായകനായ മിസ്റ്റർ മരുമകനാണ് ആദ്യ ചിത്രം. മലയാളത്തിൽ തുടരാനാണ് താല്പര്യമെന്നും ഏറെ ശ്രദ്ധിച്ചാണ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും സനുഷ പറഞ്ഞു. പാർഷ്യാലിറ്റി ഇല്ല, എല്ലാ ലാംഗ്വേജിലും ചെയ്യണം എന്നാണ് ആഗ്രഹം. നല്ല ക്യാരക്ടർ ഏത് ലാംഗ്വേജിലായാലും ചെയ്യും. നല്ല കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ക്യാരക്ടർ എന്തായാലും ഏത് ഭാഷയിലും കുഴപ്പമില്ല, ഞാൻ ചെയ്യും. പ്രസാദ് വർമ്മയാണ് ഇഡിയറ്റിന്റെ ഛായാഗ്രാഹകൻ. നന്ദുവാണ് ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കുന്നത്. ബാബുരാജും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. നിഖിൽ ജോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.